വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ തയ്യാറെടുപ്പിലാണ് ഈ പറഞ്ഞ മൂന്ന് മുന്നണികളും. ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ പേരെ വെട്ടിവീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും വളർത്തുന്ന, പരിമിതിയിലധികം വളർത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വർക്കലയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വി ജോയി മത്സരിക്കാനുള്ള സാധ്യത ഏറെക്കുറെ 99% എത്തി നിൽക്കുകയാണ്. അതിന്റെ ആദ്യപടിയായി വി ജോയി ഏൽപ്പിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന പദവി എ റഹീം എം പിക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വർക്കലയിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് വി ജോയി ആണ്, അല്ലെ? അതായത് റഹീമിനെ ഒരു വേള ഒരിക്കൽ വർക്കലയിൽ മത്സരിപ്പിച്ചിട്ടുള്ളതാണ്. റഹീം തോറ്റ. അപ്പോൾ റഹീമിനെ നിർത്തിയാൽ ജയിക്കില്ല എന്ന് സീറ്റ് പോകും എന്നുള്ളതുകൊണ്ട് ഇവരൊരു തീരുമാനം എടുത്തിരുന്നതാണ്. ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നതാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ എം വി ഗോവിന്ദൻ ഇരിക്കവേ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എല്ലാവരും പറഞ്ഞു ജോയി മത്സരിക്കണം, ജോയി മത്സരിച്ചാലേ വർക്കല കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞ? അല്ല, ജോയി അല്ലാതെ മറ്റൊരു പേരാണെങ്കിൽ നടക്കില്ല. അപ്പോൾ റഹീം എങ്ങനെയാണ് വന്നു എന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക, എല്ലാവർക്കും സമ്മതനായി റഹീം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. കാര്യം അതിനകത്ത് ജോയി സെക്രട്ടറി ആണെങ്കിൽ കടകംപള്ളി പക്ഷം ആയിട്ട് കുറച്ച് പേരും, ശിവൻകുട്ടി പക്ഷമായിട്ട് കുറച്ച് പേരും, പഴയ സെക്രട്ടറി ആനാവൂർ പക്ഷമായിട്ട് 3 പേരും, നിലവിൽ 3 പേര് ഇപ്പൊ ജോയി സെക്രട്ടറി സ്ഥാനത്തിരിക്കണമെങ്കിൽ 3 പേരും കൂടെ ചേർന്നാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാഗപ്പൻ പക്ഷത്ത് നിന്ന് ഒരു സുനിലുണ്ട്, സുനിൽകുമാറിനെ സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 പേരുകൾ വന്നപ്പോൾ ഒരു കോംപ്രമൈസ് എന്ന രീതിയിലാണ് റഹീമിന്റെ പേര് വന്നിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത വിഭാഗീയത ഈ അടുത്ത നാളായിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കകത്തുണ്ട്. അതിനുള്ള ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയത് തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. CPM-ന് കിട്ടേണ്ട സീറ്റുകൾ തന്നെ ഇവർക്ക് വെച്ചു മാറിയ പോലെ രീതിയിലാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ പല കാര്യങ്ങളും നമ്മൾ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിലെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഹീമിനാക്കുന്നു ജോയിയെ വർക്കലയിൽ മത്സരിക്കാനായി ജില്ലാ സെക്രട്ടറി ജോയി ആ പദം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് ആക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ കിട്ടാനില്ല എന്നുള്ളതാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു ആറ്റിങ്ങൽ, ഇപ്പൊ വർക്കല നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണല്ലോ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അപ്പൊ അവിടെ മത്സരിച്ചത് വി ജോയി ആയിരുന്നു. ഒപ്പം മാറ്റുരച്ചതെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശും അതുപോലെ തന്നെ വി മുരളീധരനും ഒക്കെ ആയിരുന്നു. എന്നാലും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വി ജോയിയെ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഇടതുപക്ഷം ഇറക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വലിയ ഫാക്ടറാണ്. കാരണം ചെറിയൊരു മാർജിനിലാണ് അവിടെ ഇത് നഷ്ടമാകുന്നത്. ഒരു ഘട്ടത്തിൽ അവസാനം 800 വോട്ടുകളോ 1000-ന് താഴെ, അതെ, 1000-ന് താഴെ വോട്ടുകൾക്കാണ് ആ സീറ്റ് നഷ്ടമാകുന്നത്. അതെ, അവിടുത്തെ പ്രചാരണ പരിപാടികൾ എല്ലാം നമ്മൾ കണ്ടിരുന്നതാണ് വിജയുടെ. അത്രത്തോളം ജനസമ്മതി ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന വേളയിൽ ഈ എ റഹീം MP 24/7 അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ പറഞ്ഞ പ്രചാരണത്തിനെല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത്. ഈ കവലയിൽ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു, അവിടെ പോയി നമ്മൾ ഇങ്ങനെ പറയുന്നു, അവിടെ പോയി 5 മിനിറ്റ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരുന്ന് ഒപ്പം ഉണ്ടായിരുന്നത് എ റഹീം MP തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വി ജോയിൽ നിന്ന് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായ പ്ലാൻ ഉണ്ട് അദ്ദേഹത്തിന്. വി ജോയിയെ മത്സരിപ്പിക്കുക, വീണ്ടും MLA ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു വർക്കലയിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി. അത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന പേരിൽ വലിയൊരു ഹൈപ്പ് കിട്ടിയെങ്കിലും അത് പൊളിഞ്ഞപ്പോ വലിയൊരു അടി കിട്ടിയതുപോലെയായിരുന്നു. ഏകദേശം ആ സമയത്തൊക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോ ഈ പറഞ്ഞതുപോലെ വീണ്ടും MLA ആവാനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയം ബാക്കിയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രഭാവം നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ആൾക്കാർ വീണ്ടും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അന്നും വർക്കല എന്ന് പറയുന്നത് വി ജോയിയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആണ് ഉറപ്പ്. എന്നുവെച്ചാൽ വർക്കല എന്ന് പറയുമ്പോൾ ഈ SNDP വോട്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് ന്യൂനപക്ഷ വോട്ടും ഉണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വർക്കല കഹാറിനെ നിർത്തണം എന്ന് കഹാർ പറയുന്നുണ്ട്, അല്ല MA വാഹിദിനെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. വർക്കല ശരിക്കും ഒരു നല്ല കാൻഡിഡേറ്റിന് ഇപ്പൊ BRM ഷഫീറിന്റെ പേര് കേൾക്കുന്നുണ്ട് കോൺഗ്രസിന്. അപ്പോൾ ശരിക്കും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ പോലും വർക്കല, ഞാൻ 1-2 ഫംഗ്ഷനുകൾക്കൊക്കെ ഒരിക്കൽ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്ത പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ജോയിക്ക് വളരെ ജനസമ്മതിയുണ്ട്. ജനസമ്മതിയുണ്ട് ജോയിക്ക്. ഈ പറയുന്ന പോലെ ജോയി ക്രിസ്ത്യൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ ഹിന്ദു ആണോ എന്നൊക്കെ അറിയാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ജോയി കാലങ്ങളെ അഴൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്ന അഴൂർ പഞ്ചായത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന അഴൂർ പഞ്ചായത്ത്. പിന്നെ അദ്ദേഹം ഘട്ടം ഘട്ടമായിട്ട് പൊങ്ങി വന്ന. ഇപ്പൊ റഹീമിന്റെ കാര്യം പറയുമ്പോൾ റഹീം ഒരു തവണ തോറ്റ ആളാണ്.
ഈ കഹാർ തന്നെ റഹീമിനെ തോൽപ്പിച്ചതാണ്. റഹീം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന പരിഗണന കൊണ്ടാണ് റഹീമിനെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് വിട്ടിരിക്കുന്നത്. റഹീം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് കൂടെയാണ്. ഇപ്പൊ ഇതൊരു താൽക്കാലിക പദവി ആകാനേ സാധ്യതയുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ഇപ്പോൾ വിജോയുടെ കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ ഇപ്പൊ എ റഹീമിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു നേതാക്കളെ പോലെയോ നൂലിൽ കെട്ടി ഇറക്കി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി അല്ല വി ജോയ് എന്ന് പറയുന്നത്. അദ്ദേഹം പക്ക പാർട്ടിക്കാരനാണ്. അവിടെയാണ് ഈ പറഞ്ഞ വ്യക്തമായ പാർട്ടി വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. നിഷ്പക്ഷ വോട്ടുകളും കിട്ടാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പാർട്ടി വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആൾക്കാരോടുള്ള ഇടപെടൽ, ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ നിഷ്പക്ഷ വോട്ടുകളും കിട്ടാൻ സാധിക്കും. ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന UDF അല്ലെങ്കിൽ BJP കൃത്യമായ ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ പോലും സമാഹരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരും. തീർച്ചയായിട്ടും. അല്ല, ഇതിൽ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല ജോയി മാത്രമല്ലാതെ ബാക്കിയുള്ളവരെ നിർത്തുന്ന കാര്യം അതിൽ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും മത്സരിച്ചവരൊക്കെ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നത് പാറശാല, നെയ്യാറ്റിങ്കര, കാട്ടാക്കട, വട്ടിയൂർക്കാവ് 8 MLA-മാരും മത്സരിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു ടേം കൂടെ ഈ MLA-മാരെ തന്നെ നിർത്തിയില്ലെങ്കിൽ വേറൊരു മുഖത്തെ നിർത്തിയാൽ ജയിക്കാൻ സാധ്യത കുറവാണ്. വേറൊരു മുഖം നിർത്തിയാൽ അത് ജനം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാര്യം ഇപ്പൊ ആന്റി ഇൻകംബൻസി അത്രയും ഉള്ള സമയത്ത് ഈ MLA-മാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കിയുള്ള വോട്ട് കിട്ടണമെങ്കിൽ അത് കിട്ടിക്കോട്ടെ. അതെ, ഇപ്പൊ ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു BRM ഷഫീർ മത്സരിക്കുമായിരിക്കും, MA വാഹിദ് മത്സരിക്കുമായിരിക്കും, വർക്കല ഖാർ മത്സരിക്കുമായിരിക്കും. അങ്ങനെ പല പല പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്ന് എടുത്തു പറയാനൊരു പേരില്ല. എ റഹീം MP നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം തോൽക്കുമെന്ന് തന്നെ നമ്മൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ട്. അപ്പൊ വർക്കലയിൽ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം മാത്രമേ മത്സരിച്ചാൽ വിജയ സാധ്യതയിലേക്ക് എത്താനെങ്കിലും സാധിക്കുള്ളൂ എന്നാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വി ജോയുടെ വിജയ സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള സാധ്യതയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഉണ്ട്. വർക്കലയിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കുറെയൊക്കെ പാളിപ്പോയ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വർക്കല ബ്രിഡ്ജിന്റെ കാര്യം ഉൾപ്പെടെയാണെങ്കിലും അവിടുത്തെ ടൂറിസം വികസനത്തിൽ ഉണ്ടായ പാളിച്ചകളാണെങ്കിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കോർത്തിണക്കി നോക്കുകയാണെങ്കിൽ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓപ്പോസിറ്റുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നതനുസരിച്ച് തന്നെയായിരിക്കും ഇരിക്കുക. പക്ഷെ വി ജോയെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. കാരണം അവിടെ നിർത്താൻ വേറൊരാളില്ല. അത് തന്നെയാണ്, വേറൊരു പേരില്ല. ഈ 140 മണ്ഡലങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ ഈ UDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സീറ്റിലും 1, 2, 3 പേരെ എടുത്തു നിർത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു സീറ്റിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ രണ്ടാമതൊരു പറയാനൊരു പേര് ഇല്ല എന്നുള്ളത്. അതിനകത്തുള്ളൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ MLA-മാരൊക്കെ എത്രത്തോളം ഇവരുടെ മണ്ഡലങ്ങളിൽ ചെയ്തു എന്നുള്ളൊരു അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുവിധം അവരുടെ പെർഫോമൻസ് അവർ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ആന്റി ഇൻകംബൻസി മറികടക്കാൻ മറ്റൊരു മുഖത്തെ നിർത്താൻ പറ്റാത്ത രീതിയിൽ സംഭവം പോകുമ്പോൾ, അത് മാത്രമല്ല 10 കൊല്ലം ഭരിച്ചതിന്റെ ഫലമായിട്ട് ഈ പാർട്ടിക്ക് പുതിയ മുഖങ്ങളെ ജനകീയ മുഖങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പാർട്ടി പരാജയമാണ്. അതെ, ഒരു രണ്ടാം നിരയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് UDF-ന് സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് രണ്ടാം നിരയെ ശക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ഒരു 10 വർഷം മുമ്പ് എടുത്തു പറയുകയാണെങ്കിൽ UDF-ന്റെ കാര്യം ചോദിച്ചാൽ ഈ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് യുവാക്കളുണ്ടോ, എല്ലാ അപ്പൂപ്പന്മാരല്ലേ ഉള്ളത്, മുതിർന്ന നേതാക്കൾ മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് ഇപ്പോൾ രണ്ടാം നിരയെ ശക്തമാക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന് പാളിപ്പോയി. CPM-ന് പ്രത്യേകിച്ച് വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാം നിരയിൽ ഒരു വലിയ ശക്തമായ ഒരു നിര ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എടുത്തു പറയാൻ നല്ല സ്ഥാനാർത്ഥികളെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഒരാൾ പകരം പറയാനെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ജോയി വർക്കല മത്സരിക്കുന്നത് സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി. അതെ, അപ്പോ ഈ പറഞ്ഞ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ പറഞ്ഞ CPM-ന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നുള്ളത്. അപ്പോൾ UDF കൃത്യമായ കണക്കുകൂട്ടലിലാണ്. വേറെ നോക്കാനൊന്നുമില്ലല്ലോ. വി ജോയ്ക്കെതിരെ നിർത്തിയാൽ ആര് ജയിക്കും എന്നുള്ള കണക്കുകൂട്ടലിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ UDF-ഉം അതുപോലെ തന്നെ BJP-യും നിർത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.